ഹലോ കൂട്ടുകാരെ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു പപ്സ്പോളയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത്. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു 3 ടീസ്പൂൺ അല്ലെങ്കിൽ 4 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കി എടുക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. ഇതിലേക്ക് ഞാനൊരു 2 വലിയ സവാള അരിഞ്ഞതും നീളത്തിലാണ് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു പച്ചമുളകും അതേപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ അരിഞ്ഞതും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്ത് ശകല ഉപ്പൂടെ ചേർത്ത് നമുക്ക് നല്ല ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിവിടെ നല്ല ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഗരം മസാല പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുക. ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുന്ന സമയം തന്നെ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്യാൻ ആരും മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടുകാർ അൺസബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുക. ഓക്കേ, ഇവിടെ പൊടികളെല്ലാം ഒന്ന് മൂത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഈ മസാലയൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അന്നേരം ഇത് നല്ല ഒന്ന് വെന്തൊന്ന് കുഴയും, ആ ഒരു പരുവം കിട്ടണം. അതായത് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്നതിൻ്റെ പപ്സിൻ്റെ അതേ ഒരു ഫില്ലിങ്ങാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ശകലം വെള്ളത്തോടെ ചേർത്ത് ആ വെള്ളം നമുക്ക് പിന്നീട് പറ്റിച്ചെടുക്കാം. ഓക്കെ, കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് തയ്യാറാക്കാൻ തുടങ്ങാം. 8 ബ്രെഡോളം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ബ്രെഡ് എടുത്താൽ മതി. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് എത്ര ബ്രെഡ് വേണം, എത്രത്തോളം നമുക്ക് ഉണ്ടാക്കണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. ഞാനിവിടെ തയ്യാറാക്കുന്നതാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ബ്രെഡൊന്ന് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞത് ചേർക്കാം. ഉപ്പും ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ല ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ഇവിടെ നല്ല ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് തയ്യാറാക്കുന്ന ഒരു പാത്രത്തിനകത്തോട്ട് കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കുകയാണ്. അപ്പോൾ നെയ്യൊക്കെ തടവി ഞാൻ വെച്ചിട്ടുണ്ട്. നെയ്യ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ അതിലും മതി കേട്ടോ, നെയ്യ് ഇഷ്ടമല്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയ്ക്കകത്തോട്ട് ബ്രെഡ് മുക്കി നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മസാല ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഫില്ലിങ് അത് നമുക്ക് കുറേശ്ശെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലായിടത്തും ആകുന്ന പോലെ നമ്മളെടുക്കുക. നമ്മൾ നേരത്തെ 3 മുട്ട പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടേ. അപ്പോൾ മുട്ടയൊക്കെ വെച്ച് കൊടുത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ മണ്ടയിലേക്ക് ബാക്കി ബ്രെഡും കൂടെ വെച്ച് കൊടുത്ത് ഫില്ല് ചെയ്തെടുക്കാം. ഞാൻ ഇതിൻ്റെ മുകളിൽ 4 ബ്രെഡേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ബ്രെഡ് എൻ്റെ കയ്യിരുന്നതെല്ലാം തീർന്നു പോയി. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മൊത്തത്തിൽ നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റുമേ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മണ്ടയ്ക്കോട്ടാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു പാത്രം ചൂടായതിന് ശേഷം നമുക്ക് തീ കുറച്ചിട്ടിട്ട് വേണം നമുക്കിത് അതിൻ്റെ മണ്ടയ്ക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ കേക്ക് എങ്ങനെ ബേക്ക് ചെയ്തെടുക്കുന്നത് അതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എനിക്ക് 3 മുട്ട എടുത്തത് ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് ഒഴിക്കാൻ വേണ്ടി അത് തികഞ്ഞില്ലായിരുന്നു. ഞാൻ പിന്നീട് ഒരു 2 മുട്ടയും കൂടെ എടുത്തിട്ടാണ്
അത് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുത്തിട്ടാണ് ഞാൻ ഇതിൻ്റെ മണ്ടയ്ക്ക് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളതനുസരിച്ച് എടുക്കുക. അപ്പോൾ ഇത് നമുക്കൊരു 30 മിനിറ്റ് എടുത്ത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കിയാൽ മതി. 20 മിനിറ്റൊക്കെ ആകുമ്പോൾ ഇടയ്ക്കൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മറിച്ചിടുമ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിൻ്റെ നമ്മുടെ ഈ പാത്രത്തിൻ്റെ മണ്ടയിൽ വേറൊരു പാത്രം വെച്ചിട്ട് വേണം മറിച്ചിടാനേ, അല്ലെങ്കിൽ ഇത് മൊത്തം പൊട്ടിപ്പോവും. നമ്മുടെ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പോള എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരിക. ഓക്കെ, ടാറ്റാ, ബൈ.